ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എജു സ്പേസ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആ ബാക്കി ഭാഗം കൂടിയാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ടിയേഴ്സ് ഓഫ് ഇയർ വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ കറേജ് മുതലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കുട്ടികളെ? ദ കറേജ്. എന്താണ് കറേജ് എന്ന് പറഞ്ഞാൽ? കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം. ദിൽന വാസ് ഓൺലി 8 years ഓൾഡ്. ദിൽന എന്താണ്? വെറും 8 വയസ്സുള്ള കുട്ടിയാണ്. ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ്, പക്ഷേ 8 വയസ്സുള്ള കുട്ടിയാണെങ്കിലും ആരാണ്? അവളൊരു മൂത്ത ചേച്ചിയാണ്. ആൻഡ് ഷി ഹാഡ് ടു ഡു സംതിങ്. അതുകൊണ്ട് തന്നെ മൂത്ത ചേച്ചി ആവുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അവൾക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത്? അമ്മയെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഷീ ഫെൽറ്റ് സ്കെയർഡ്. എന്താണ്? അവൾക്ക് ഭയമുണ്ട്. സ്കെയർഡ് എന്ന് പറഞ്ഞാൽ ഭയം. അവൾക്ക് ഭയമുണ്ട്. പക്ഷേ ഷീ ഹാഡ് ടു ഡു, അല്ലെങ്കിൽ ഷീ ഹാഡ് ടു സ്റ്റേ കാം. എന്താണ് പറയുന്നത്? അതിൻ്റെയൊക്കെ ഉള്ളിൽ ഭയമുണ്ട്, പക്ഷേ അവൾക്കറിയാം എന്താണ്? ഷീ ഹാഡ് ടു സ്റ്റേ കാം. കാം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ശാന്തമായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഉള്ളിൽ ഭയമൊന്നും കാണിക്കാണ്ട് കൂളായിട്ടിരിക്കുക. എന്താണ്? അവൾക്കുള്ളിൽ ഭയമുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ കാമായിട്ട്, അല്ലെങ്കിൽ ശാന്തമായിട്ട് അവൾ ഇരുന്നു. ആൻഡ് ഷീ ലുക്ക്ഡ് എവരിവെയർ. അവൾ എന്നിട്ട് ചുറ്റും നോക്കി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചുറ്റും നോക്കി. സഡൻലി ദിൽന റിമെമ്പേർഡ് ദ ഗെയിം. പെട്ടെന്നാണ് ദിൽനക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. എന്താണ്? ആൻഡ് ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. എന്താണ്? ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദറിൻ്റെ ഒപ്പം പണ്ട് കളിച്ച ഒരു കളിയെക്കുറിച്ച് ദിൽനയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. എന്താണ് ആ കളി? She remembered her grandmother asking to call 101 in times of emergency. എന്താണ്? എമർജൻസി നമ്പറായിട്ടുള്ള 101ലേക്ക് കോൾ ചെയ്യുന്ന ആ ഒരു കളിയെക്കുറിച്ച്, ഗ്രാൻഡ് മദറുമായിട്ട് കളിച്ചിരുന്ന കളിയെക്കുറിച്ച് അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. വാട്ട്സ് യുവർ നെയിം? വെയർ ഡു യു ലീവ്? നിങ്ങളുടെ പേരെന്താണ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ദിൽന റിയലൈസ്ഡ് ദിസ് വാസ് ഇൻ എ ഗെയിം എനിമോർ. ഇപ്പോഴാണ് ദിൽനക്ക് മനസ്സിലായത് അത് വെറും ഒരു ഗെയിം ആയിരുന്നില്ല. ആൻഡ് ഷീ നോ വാട്ട് ഷീ ഹാഡ് ടു ഡു. എന്താണ്? ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ അവൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ആര് പറഞ്ഞു കൊടുത്തത്? ഗ്രാൻഡ് മദർ പറഞ്ഞു കൊടുത്തതാണെന്ന് ഇന്നത്തെ ഈ അവസ്ഥയിൽ അവൾ തിരിച്ചറിഞ്ഞു. ഇനി അതിൻ്റെ താഴെ 2-3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് കുട്ടികളെ, നമുക്ക് നോക്കിയാലോ? എന്താണ് ക്വസ്റ്റ്യൻസ്? വൈ ഡിഡ് ദിൽന സ്റ്റേ കാം? ദിൽന എന്തുകൊണ്ടാണ് ശാന്തമായിട്ടിരുന്നത്? ബിക്കോസ് ഷീ വാസ് ദ എൽഡർ സിസ്റ്റർ ആൻഡ് ഷീ ഹാവ് ടു ഡു സംതിങ് ടു സേവ് ഹെർ മദർ. എന്താണ്? അവൾ മൂത്ത ചേച്ചിയാണ്. അപ്പം അവളുടെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാവും. അതുകൊണ്ടാണ് ദിൽന കാമായിട്ടിരുന്നത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി കുട്ടികളെ. വാട്ട് വാസ് ദ ഗെയിം ദാറ്റ് ദിൽന യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ? എന്താണ്? എന്ത് ഗെയിമാണ് ദിൽന ഗ്രാൻഡ് മദറിൻ്റെ ഒപ്പം കളിച്ചിട്ടുണ്ടായിരുന്നത്? ദേ പ്ലേഡ് ആസ് കോളിംഗ് ടു 101 ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻസ്. എന്താണ്? ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ 101ലേക്ക് വിളിക്കുക എന്നുള്ള ഒരു കളിയാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു യു തിങ്ക് ദിൽന ഈസ് ഗോയിങ് ടു ഡു? ദിൽന ഇനി നെക്സ്റ്റ് എന്ത് കാര്യമായിരിക്കും ചെയ്യുന്നുണ്ടാവുക? എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കളി ഓർത്തതിന് ശേഷം എന്തായിരിക്കും ദിൽന ചെയ്യുക? ഓ യെസ്, ഷീ വിൽ കോൾ ടു 101. എന്താണ്? ദിൽന 101ലേക്ക് വിളിച്ച് ഹെൽപ്പ് ചോദിക്കും. ദിൽന എന്തായിരിക്കും 101ലേക്ക് വിളിച്ചിട്ടുണ്ടാവും? നമുക്ക് നെക്സ്റ്റ് പേജിൽ നോക്കിയാലോ? ദ കോൾ ഫോർ ഹെൽപ്പ്. ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. എന്താണ്? ഷീ റാൻ ടു ദി ഫോണിൻ്റെ അടുത്തേക്ക് കൂടി, എന്നിട്ട് എന്ത് ചെയ്തു? 101ലേക്ക് ഡയൽ ചെയ്തു. ദ ഹെൽപ്പ് ലൈൻ നമ്പർ. ഹെർ ഹാൻഡ്സ് വർ ഷേക്കിംഗ്. അവളുടെ കൈകളെല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹെർ ഹാൻഡ്സ് വർ ഷേക്കിംഗ് ആൻഡ് ലേഡീസ് വോയിസ് കെയിം ഓൺ ദി ലൈൻ. മറുതലക്കൊരു സ്ത്രീയുടെ സൗണ്ട് കേട്ടു. എ ലേഡീസ് വോയിസ് കെയിം ഓൺ ദ ലൈൻ. 101 വാട്ട്സ് യുവർ എമർജൻസി? ഇത് 101 ആണ്. എന്താണ് നിങ്ങളുടെ അത്യാവശ്യം? ദിൽന എമർജൻസി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം. ദിൽന ടുക്ക് എ ഡീപ്പ് ബ്രീത്ത്. ദിൽന എന്താണ്? ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തു. എന്താണ് ഡീപ്പ് ബ്രീത്ത് എന്ന് പറഞ്ഞാൽ? ദീർഘനിശ്വാസം. ഹലോ, മൈ നെയിം ഈസ് ദിൽന. മൈ മം ഈസ് ലൈയിങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ. എന്താണ്? എൻ്റെ അമ്മ ഇപ്പോഴും നിലത്ത് വീണ് കിടക്കുകയാണ്. ബട്ട് ഐ കാൺട്ട് വേക്ക് ഹെർ അപ്പ്. എനിക്ക് അവളെ അമ്മയെ എണീപ്പിക്കാൻ സാധിക്കുന്നില്ല. ദ ലേഡി ആസ്ക്ഡ് വെയർ ഈസ് യുവർ ഫാദർ? അപ്പം ലേഡി എന്ത് ചോദിച്ചു? കുട്ടിയുടെ അച്ഛൻ എവിടെ പോയി എന്ന് ലേഡി ചോദിക്കുകയാണ്. അപ്പോൾ ദിൽന എന്ത് പറഞ്ഞു? ദിൽന റിപ്ലൈഡ് ഹീ ഈസ് വർക്കിംഗ് എബ്രോഡ്. എന്താണ് എബ്രോഡ് എന്ന് പറഞ്ഞാൽ? വിദേശത്ത്. അച്ഛൻ എവിടെ വർക്ക് ചെയ്യാണ്? വിദേശത്ത് വർക്ക് ചെയ്യാണ്. ഓക്കെ ദിൽന, യു ആർ ഗോയിങ്
അല്ലെങ്കിൽ യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, എന്താണ് നീ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്? ദ ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി, എന്താണ് ലേഡി സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ സീരിയസ് ആയിട്ടും എന്ത് ചെയ്തു ദിൽനയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ദിൽന റിമെമ്പേർഡ് ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി, ദിൽന എങ്ങനെയാണ് മറുപടി കൊടുത്തത്? ലൗഡ്ലി ആൻഡ് ക്ലിയർലി. എങ്ങനെ? അവളുടെ ഗ്രാൻഡ് മദർ പറഞ്ഞു കൊടുത്തോലെ, ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ഹാഡ് തോട്ട് ഹെർ. ഐ ലീവ് അറ്റ് 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പാടി. ദിൽന അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. താങ്ക് യു ദിൽന, ഐ വിൽ ഹെൽപ്പ് യു, ദ ലേഡി സെഡ്. സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അണ്ടിൽ ദ ഫയർമാൻ ഗെറ്റ് ദെയർ, ഓക്കെ. എന്താണ് ഇന്ന് ലേഡി പറഞ്ഞത്? ഇപ്പോൾ തന്നെ നിൻ്റെ വീട്ടിലേക്ക് ഫയർമാൻ വരും, അവർ വരുന്നവരെ ഫോണിൽ തന്നെ സ്റ്റേ ചെയ്യുക എന്ന് ലേഡി പറഞ്ഞു. ആൻഡ് ദിൽന എഗ്രീഡ്. ഓക്കെ, ഇനി താഴെ 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എന്നാൽ അത് നോക്കിയാലോ കുട്ടികളെ. ഹും ഡിഡ് ദിൽന കോൾ ഫോർ ഹെൽപ്പ്? ദിൽന ആരെയാണ് സഹായത്തിന് വിളിച്ചത്? ദിൽന കോൾഡ് 101 ദ ഹെൽപ്പ് ലൈൻ നമ്പർ. 101 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കാണ് ദിൽന സഹായത്തിന് വിളിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിഡ് ദ ലേഡി സേ? എന്താണ് ആ ലേഡി പറഞ്ഞത്? ദിൽന യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ദിൽന നീ ഒരു വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്നാണ് ലേഡി പറഞ്ഞു. യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഇനി 3-മത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് യു വർ ദിൽന വാട്ട് വുഡ് യു ഡു? ഇപ്പോൾ നിങ്ങൾ ദിൽനയുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ഫസ്റ്റ് ഐ വിൽ ഇൻഫോം ഫാദർ. ഇഫ് നോട്ട് ഗെറ്റ് ഹിം വി വിൽ ട്രൈ ടു ഇൻഫോം നൈബേഴ്സ്. ആദ്യം എന്ത് ചെയ്യും? അച്ഛനുണ്ടെങ്കിൽ അച്ഛനെ അറിയിക്കാൻ ശ്രമിക്കും. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇഫ് നോട്ട് ഗെറ്റ് ഹിം വി വിൽ ട്രൈ ടു ഇൻഫോം നൈബേഴ്സ്. നമ്മൾ എന്ത് ചെയ്യും? അയൽവക്കക്കാരുണ്ടെങ്കിൽ അവരെ വിവരം അറിയിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരെ ഇൻഫോം ചെയ്യും. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? റിലീഫ്. എന്താണ് റിലീഫ് എന്ന് പറഞ്ഞാൽ? ആശ്വാസം. ദിൽന ഹേർഡ് ദ സൈറൺ ഓഫ് ദി അപ്രോച്ചിങ് ഫയർ എൻജിൻ. എന്താണ്? ഫയർ എൻജിൻ വരുന്ന സൗണ്ട് കേട്ടപ്പോഴുള്ള ആ ഒരു ആശ്വാസം. സൂൺ ദെർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. നോക്ക്. എന്താണ് നോക്ക് എന്ന് പറഞ്ഞാൽ? മുട്ടുക. എന്താണ്? വളരെ പെട്ടെന്ന് ഡോർ മുട്ടുന്ന ഒച്ച കേട്ടു. ദ ലേഡി ഓൺ ദ ഫോൺ സെഡ്. അപ്പോഴും എന്താണ്? ആ ലേഡി ഫോൺ വെച്ചിട്ടില്ല, ദിൽന ഫോൺ വെച്ചിട്ടില്ല, അത് ലേഡി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേഡി പറഞ്ഞു എന്താണ്? ദിൽന ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദ ഡോർ നൗ ദ ഫയർമാൻ ആർ ദെയർ. നീ പേടിക്കണ്ട, വാതിൽ തുറന്ന് ആരാണ് അടിയുള്ളത്? ഫയർമാൻ. ഷി റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. അവൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു? വാതിൽ തുറന്നു. ദ 2 ഫയർമാൻ റഷ്ഡ് ഇൻ. 2 ഫയർമാൻ എന്ത് ചെയ്തു? ഉള്ളിലേക്ക് വന്നു. ദിൽന ലെഡ് ദം ടു ദ ലിവിംഗ് റൂം. ദിൽന എന്താണ്? അവരെ ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുവന്നു. ഹെർ മം വാസ് സ്റ്റിൽ ലൈയിങ് ഓൺ ദ ഫ്ലോർ. അപ്പോഴും എന്താണ്? അവളുടെ അമ്മ നിലത്ത് വീണു കിടക്കുകയാണ്. കുട്ടികളെ ഇനി അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഹു കെയിം ടു ഹെൽപ്പ് ദിൽന ആൻഡ് ഐസക്ക്? ആരാണ് ദിൽനയും ഐസക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നത്? നിങ്ങൾ പറഞ്ഞ ചിത്രത്തിൽ നോക്കിയിട്ട് ആരാണ്? ദ ഫയർമാൻ. ദ ഫയർമാൻ കെയിം ടു ഹെൽപ്പ് ദിൽന ആൻഡ് ഐസക്. ടൈംലി ഹെൽപ്പ്. എന്താണ് ടൈംലി ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ? കൃത്യസമയത്തുള്ള സഹായം. ദ ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. എന്താണ്? ഫയർമാൻ വന്നപാട് അവളുടെ അമ്മേനെ പരിശോധിച്ച് എന്ത് ചെയ്തു? ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്തു. സ്ലോലി ഷീ ഓപ്പൺഡ് ഹെർ ഐസ്. പതിയെ എന്ത് ചെയ്തു? അമ്മ കണ്ണുകളെല്ലാം തുറന്നു. ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. എന്താണ്? കുറച്ച് ബെറ്റർ ആവാൻ വേണ്ടി എന്ത് ചെയ്തു? നമുക്ക് കുറച്ച് വെള്ളമെല്ലാം കൊടുത്തു. മാം ഐസക് ഷൗട്ടഡ് വിത്ത് ജോയ്. എന്താണ്? അമ്മേ. ഐസക്ക് സന്തോഷത്തോടെ ഉച്ചത്തിൽ വിളിച്ചു അമ്മേനെ. മാം ദീസ് പീപ്പിൾ ഹെൽപ്ഡ് അസ്. ദിൽന സെഡ്. ദിൽന എന്താ പറഞ്ഞ അമ്മയോട്? ഇവരാണ് നമ്മളെ രക്ഷിച്ചത്. താങ്ക് യു. അമ്മ എന്താണ്? നന്ദി പറഞ്ഞു അവർക്ക്. ദ മദർ സെഡ് സോഫ്റ്റ്ലി സ്മൈലിംഗ് അറ്റ് ദി ഫയർമാൻ. എങ്ങനെയാണ് അമ്മ പറഞ്ഞത്? വളരെ സോഫ്റ്റായി ചിരിച്ചുകൊണ്ട് ഫയർമാനോട് എന്ത് ചെയ്തു? നന്ദി പറഞ്ഞു. വൺ ഓഫ് ദ ഫയർമാൻ സെഡ് ടു ദ മദർ. അതിലൊരു ഫയർമാൻ എന്താണ് അമ്മയോട് പറഞ്ഞത്? യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്, ഷീ ഈസ് എ ഹീറോ. എന്താണ്? നിങ്ങളുടെ മകൾ നല്ലൊരു കാര്യമാണ് ചെയ്തത്, അവളൊരു ഹീറോയാണ്. ദിൽന ഫെൽറ്റ് ഹാപ്പി. ദിൽനക്ക് സന്തോഷമായി. ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫീലിംഗ്, ഫെൽറ്റ് അനുഭവം. ആക്ച്വലി ഐ വാസ് സ്കേർഡ്. ദിൽന എന്ന് പറഞ്ഞു, പക്ഷേ ശരിക്കും ഞാൻ ഭയന്നിരുന്നു. ദിൽന അഡ്മിറ്റഡ്. ദിൽന സമ്മതിച്ചു. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു. എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതാണ് ഞാൻ ചെയ്തത്. ദ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ. എന്താണ്? ഫയർമാൻ മെല്ലെ ചിരിച്ചിട്ട് എന്ത് ചെയ്തു? അവളെ മെല്ലെ തലോടി. ഇനി കുട്ടികൾ അതിൻ്റെ താഴെ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എന്താണ്? വാട്ട് ഡിഡ് ദ ഫയർമാൻ ടു ഡു വേക്ക് ദെയർ മദർ അപ്പ്. എന്താണ്?
ദിൽനയുടെ അമ്മയെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഫയർമാൻ എന്താണ് ചെയ്തത്? വാട്ട് ഡിഡ് ദ ഫയർമാൻ ടു ഡു വേക്ക് ദെയർ മദർ അപ്പ്? ദേ ഫസ്റ്റ് ഗേവ് ഫസ്റ്റ് എയ്ഡ് ടു ദി മദർ. എന്താണ് ആദ്യം അവരെന്താ ചെയ്ത്? ദേ ഗേവ് ഫസ്റ്റ് എയ്ഡ്. പിന്നെയോ ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. എന്താണ് അമ്മ കുറച്ച് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വാട്ടറും കൂടി നൽകി. ആദ്യം ഫസ്റ്റ് എയ്ഡ് നൽകി, അതിനുശേഷം സം വാട്ടറും കൂടി നൽകി. നെക്സ്റ്റ് എന്താണ് ചോദിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡിഡ് ദ ഫയർമാൻ സേ ദാറ്റ് ദിൽന വാസ് എ ഹീറോ? എന്തുകൊണ്ടാണ് ഫയർമാൻ പറഞ്ഞത് ദിൽന ഒരു ഹീറോയാണെന്ന്? ബിക്കോസ് ദിൽന ഡിഡ് എ ഗ്രേറ്റ് ജോബ് ആൻഡ് ഷീ ഹാൻഡിൽഡ് ദ സിറ്റുവേഷൻ ബ്രേവ്ലി. എന്താണ് ദിൽന ഒരു വളരെ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. ഷീ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. എന്താണ്? ആൻഡ് ഷീ ഹാൻഡിൽഡ് ദ സിറ്റുവേഷൻ ബ്രേവ്ലി. എന്താണ് ബുദ്ധിപരമായിട്ട് ആ ഒരു സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്തു. അവാർഡ് ഫോർ ബ്രേവറി. എന്താണ് ബ്രേവറി എന്ന് പറഞ്ഞാൽ? ധീരത. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ. എന്താണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർമാൻ ദിൽനയെ ഇൻവൈറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവൈറ്റ് ചെയ്തത്? ദേ ഗേവ് ഹെർ ആൻ അവാർഡ്. എന്താണ് അവൾക്കൊരു അവാർഡ് നൽകാൻ പോകുന്നു. ഷീ ഡിഡിൻ റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. പക്ഷെ അവൾക്ക് എന്താണ് ഇപ്പോഴും അവളൊരു ഹീറോയാണെന്ന് തോന്നിയിരുന്നില്ല. ഷീ വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. അവൾക്ക് എന്തേ ഉണ്ടായിരുന്നുള്ളൂ? അവളുടെ അമ്മയെ സേഫ് ആക്കുന്ന ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആസ് ദേ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ ദിൽന ടേൺഡ് ടു ഐസക് ആൻഡ് സെൻഡ്. എന്താണ് ഫയർ സ്റ്റേഷനിൽ വന്നതിന് ശേഷം ദിൽന എന്താ ഐസക്കിനോട് പറഞ്ഞത്? യു നോ ഇറ്റ് ഈസ് ഇൻ ആൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. എന്താണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഐ വിൽ ടീച്ച് യു ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ തോട്ട് മീ. എന്താണ് ഗ്രാൻഡ് മദർ എനിക്ക് പഠിപ്പിച്ചു തന്ന പോലെ ഞാൻ നിനക്കും പഠിപ്പിച്ചു തരാമെന്ന് ദിൽന അനിയനോട് പറയുകയാണ്. ഐസക് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. എന്താണ് ഐസക്ക് എൻ്റെ ചേച്ചിയെ നോക്കിയിട്ട് മെല്ലെ ഒന്ന് ചിരിച്ചു. താങ്ക്സ് ദിൽന, യു ആർ ദ ബെസ്റ്റ്. എന്താണ് നീ വളരെ ബെസ്റ്റാണ്. ഇനി കുട്ടികളെ അതിൻ്റെ താഴെ 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻസ്? വൈ ഡിഡ് ദ ഫയർമാൻ ഇൻവൈറ്റ് ദിൽന ടു ദി ഫയർ സ്റ്റേഷൻ? എന്തുകൊണ്ടായിരിക്കും ഫയർ സ്റ്റേഷനിലേക്ക് ദിൽനയെ ക്ഷണിച്ചിട്ടുണ്ടാവുക? ടു ഗീവ് ആൻ അവാർഡ് ഫോർ ഹെർ ബ്രേവറി. എന്താണ് ദിൽനയുടെ ധീരതയ്ക്ക് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കുട്ടികളെ? വൈ ഡിഡിൻ ദിൽന കൺസിഡർ ഹെർസെൽഫ് എ ഹീറോ? എന്തുകൊണ്ടാണ് ദിൽന അവൾ സ്വയം ഒരു ഹീറോ ആണെന്ന് അവൾക്ക് തോന്നാഞ്ഞത്? ഷീ ഡിഡിൻ ഫീൽ ആസ് എ ഹീറോ. ഷീ ഓൺലി ഫെൽറ്റ് ഗ്ലാഡ് ബിക്കോസ് ഹെർ മദർ ഈസ് സേഫ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ലെസൺ ഡിഡ് യു ലേൺ ഫ്രം ദി സ്റ്റോറി? ഈ സ്റ്റോറിയിൽ നിന്ന് എന്ത് ലെസൺ ആണ് നിങ്ങൾ പഠിച്ചത്? എന്ത് പാഠമാണ് നിങ്ങൾ പഠിച്ചത്? വി ഹാവ് നോ അബൌട്ട് വാട്ട് വിൽ ഡു ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ. നമ്മുടെ ലൈഫിലൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക എന്നാണ് ഈ പാഠഭാഗത്ത് നിന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മളുടെ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കുട്ടികൾ. ഇനി നെക്സ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, താങ്ക് യു.